ഇനി നമ്മുടെ ബിടെക് 2024 സ്കീമിൽ പാസ് മാർക്സ് എത്രയാണെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് 40 മാർക്സ് ആണ് ഇന്റേണൽ ആൻഡ് 60 മാർക്സ് എക്സ്റ്റേണൽ. അത് 2 ആണ് നമുക്ക് എക്സാം ടൈം വരുന്നത്. ഇനി നമ്മുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ മാത്സിന്റെ സിലബസ് ആണ് എടുത്തേക്കുന്നത്. നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഈ 4 മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് പാതി എന്തായാലും കുറച്ച് ടോപ്പിക്സ് എല്ലാവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. കാരണം മാത്സിന് സപ്ലൈ അടിച്ചാൽ പിന്നെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ ഇപ്പൊ കാണിക്കുന്ന എഫേർട്ട് തന്നെ വീണ്ടും എടുക്കേണ്ടി വരും. സോ അതിനും നല്ലത് ഇപ്പോഴേ ഒരു പർട്ടിക്കുലർ വേയിൽ പഠിച്ച് അത് ക്ലിയർ ആക്കുന്നതാണ് നല്ലത്. ഈ എല്ലാ മൊഡ്യൂൾസും ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് മൊഡ്യൂൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചെയിൻ റൂൾ ഒക്കെ വരുന്നതാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ആ ഒരു ലെസണിൽ നിന്ന് വരും. ഈ ഒരു മൊഡ്യൂളിന് ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വരിക. 2 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെയും 1 ക്വസ്റ്റ്യൻ 9 മാർക്കിന്റെ ആണ് വരുന്നത്. അപ്പൊ ഈ 3 മാർക്കിന്റേതായിട്ട് എല്ലാ മൊഡ്യൂളിൽ നിന്നും 3 മാർക്ക് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇൻറ്റു മീൻസ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോറി 3 ഇൻറ്റു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 24 മാർക്സ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ ഒന്നല്ലെങ്കിൽ അത് നന്നായിട്ട് എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള 3 മാർക്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഗ്രാസ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ 9 മാർക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 40 മാർക്സ് നിങ്ങൾക്ക് ഇന്റേണൽ ഒക്കെ അറിയാം. അതുപോലെ തന്നെ നമുക്കുള്ളതാണ് പാർട്ട് എന്നും പാർട്ട് ബിന്നും. നമുക്ക് ഇവിടുന്ന് 2 ക്വസ്റ്റ്യനും ഇവിടുന്ന് 1 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ മാക്സിമം ഓഫ് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഒരു 4 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അപ്പൊ 9 മാർക്ക് ആവുമല്ലോ. 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒന്നല്ലെങ്കിൽ ഒരു ബി പാർട്ട് നന്നായിട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു എ പാർട്ട്. എന്തായാലും ഏതെങ്കിലും ഒരു പാർട്ട് നന്നായിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പഴയ സ്കീമാണ്. പഴയ സ്കീം 3 hours ആയിരുന്നു എക്സാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സാമ്പിൾ ആണ് ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പൊ പാർട്ട് എ എന്ന് കൊടുത്തിട്ടുണ്ടാവും. പാർട്ട് എയിൽ അതുപോലെ നമുക്കിവിടെ 1 to 10 വരെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ടാവും. ഇത് എല്ലാവരും എഴുതാനുള്ളത്. ഇവിടെ വായിച്ചു നോക്കുക. ഓൾ ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ആണ്. ഇത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 11 or 12 എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇപ്പൊ 13 AB എഴുതാം, അല്ലെങ്കിൽ 14 AB. ഒരിക്കലും 13 Aയും 14 Bയും അങ്ങനെ മിക്സ് ആക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ ഈ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. നമുക്ക് ഇപ്പൊ മാക്സിമം മിനിമം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെമ്മിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു സിലബസ് ഉണ്ടാവും. 2019 സ്കീമും സിലബസും 2024 സ്കീമും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതൊക്കെ മൊഡ്യൂൾസിലാണ് വരുന്നതെന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടത് 24 മാർക്സ് ആണ് പാസ് ആവാനായിട്ട് വേണ്ടത്. സെപ്പറേറ്റ് ഈ എക്സ്റ്റേണൽ എക്സാമിന് വേണം. എക്സ്റ്റേണൽ എക്സാമിന് നിങ്ങൾ ഇപ്പൊ എഴുതാൻ പോകുന്ന എക്സാമിന് 24 മാർക്സ് ഉണ്ടെങ്കിലാണ് പാസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 24 മാർക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 30 മാർക്സിനെങ്കിലും എയിം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു 24 മാർക്സ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.